ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റാക്കി എടുക്കാൻ പോകുന്നത് ഹൈറ്റുകൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത 3 സെപ്പറേറ്റ് കേക്കുകൾ നമ്മൾ ഒറ്റ സിംഗിൾ കേക്കാക്കി റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് അനിയത്തിയുടെ കല്യാണ തലേന്ന് ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടെ അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ട പോലെ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് കൺഫ്യൂഷൻസ് ഒക്കെ മാറി ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ടയർ ഇവിടെ നിന്ന് സെറ്റാക്കിയിട്ട് 3ാമത്തെ ടയർ വെന്യൂവിൽ പോയിട്ടായിരുന്നു റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇതും ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊടുക്കേണ്ട ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ കസ്റ്റമർ തന്നെയാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബ്രൈഡും ഗ്രൂമും കൂടെ ഒരു കവാടത്തിലേക്ക് കയറി പോകുന്ന പോലെ ഒരു ഫീലായിരുന്നു ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മളെല്ലാം സെറ്റാക്കി എടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ റെഡിയാക്കി. പിന്നെ ആ ഒരു ഗൗണിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ നെറ്റ് പീസ് കൂടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്കിന്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായിട്ടുണ്ടായിരുന്നത്. കാരണം കേക്കിന്റെ വർക്ക് എടുക്കുന്ന സമയത്ത് അത്രയേറെ ഞാൻ പേടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കും കൂടെ ആയിരുന്നു. അപ്പോൾ കേക്കിന്റെ ഫൈനൽ ലുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നിട്ട് നമ്മളൊരു ടോപ്പറും ഒരു ക്യാൻഡിലും റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ നമുക്കൊരു ചെറിയ റെസിൻ ആർട്ടിൽ വരുന്ന ഒരു ഫോട്ടോ ഫ്രെയിം റെഡിയാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ രാത്രി തന്നെ സെറ്റാക്കി വീഡിയോ ഒക്കെ എടുത്ത് റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണം.